മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ കാറ്റഗറിയാണ് അടുത്തത്. ജേതാവ് സയനോറ ഫിലിപ്പ്. ചിത്രം ബാരോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി സയനോറ ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സയനോറ ഫിലിപ്പ്. ചിത്രം ബറോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. കഥാപാത്രം മുവേസി മരിയ. മുവേസി മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന്. നിലവറക്കകത്തെ ഭൂതത്തിന് ശക്തിയുണ്ട്. പൗർണമിയുടെ ശോഭ കെടുമുൻപ് ഭൂതത്തെ പുറത്തിറക്കാൻ സാധിക്കും. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആൺ കാറ്റഗറിയിൽ ജേതാവ് ഭാസി വൈക്കം. ചിത്രം ബാരോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അദ്ദേഹത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ സഹോദരൻ ശ്രീ സന്തോഷ് OV വേദിയിലെത്തിയിരിക്കുന്നു. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആൺ ഭാസി വൈക്കം, രാജേഷ് OV. ചിത്രം ബറോസ്, ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് 3D. കഥാപാത്രം ഊഡു എന്ന അനിമേഷൻ കഥാപാത്രത്തിന്റെ സ്വഭാവ വ്യാഖ്യാനത്തിന് ഉതകും വിധം ശബ്ദം പകർന്ന മികവിന്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിനൊപ്പം പങ്കിട്ടിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ. ചിത്രം ഭ്രമയുഗം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീ സിദ്ധാർത്ഥ് ഭരതനെ ക്ഷണിക്കുന്നു. മികച്ച സ്വഭാവ നടൻ സിദ്ധാർത്ഥ് ഭരതൻ. ചിത്രം ഭ്രമയുഗം. അധികാരത്തിന്റെ ഭ്രമലോകത്തിനകത്ത് ദേശകാലങ്ങൾ മറന്ന് തടവുകാരനായി കഴിയേണ്ടി വന്ന ഒരു യുവാവിന്റെ അതിജീവന ശ്രമത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചതിന്. മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരമാണ് ഇനി. ജേതാവ് ലിജോ മോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ലിജോ മോൾ ജോസിനെ ക്ഷണിക്കുന്നു. മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്. ചിത്രം നടന്ന സംഭവം. കുടുംബത്തിലും സമൂഹത്തിലും അപമാനിതയാകുന്ന ഒരു സ്ത്രീ സ്വയം കരുത്താർജിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ സ്വാഭാവികമായ ആവിഷ്കാരത്തിന്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവത്താണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അയാൾ എന്നോട് സംസാരിക്കുമ്പോഴോ ആ കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറയുമ്പോഴോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ കൂട്ടുകാരിയോട് വളരെ പേഴ്സണൽ. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. നിർമ്മാതാക്കളായ സുധീഷ് കറിയ, താമർ KV എന്നിവർ 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് എത്തുന്നു. ഒപ്പം സംവിധായകൻ ഫാസിൽ മുഹമ്മദ് 1.5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അദ്ദേഹവും വേദിയിലെത്തുന്നു. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. നിർമ്മാതാക്കൾ സുധീഷ് സ്കറിയ, താമർ KV. തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം, മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം. ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന്. അതവിടെ കിടന്നോട്ടെന്നു നടു വേഞ്ചിട്ട് ഉറങ്ങാൻ വയ്യ, ഞാൻ കൊടുത്തോണ്ട് അതിന്റെ പൈസ. ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ് ഇപ്പോൾ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.